എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവ് കുഴയ്ക്കുകയും പരുത്തൊന്നും ചെയ്യാതെ തന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഇലയുടെ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഇലയുടെയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് മാവ് കോരി ഒഴിച്ച് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇലയുടെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നല്ല പഴുത്ത ഒരു മീഡിയം വലിപ്പമുള്ള നേന്ത്രപ്പഴം ഞാൻ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ പുഴുങ്ങിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, പച്ചക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നേന്ത്രപ്പഴം നമുക്ക് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 ഏലക്കയുടെ കുരുവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ സാധാരണ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു വറുത്തിട്ടുള്ള അരിപ്പൊടിയില്ലേ, അത് കറക്റ്റ് 1 കപ്പ് അളവിൽ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേ അളവിൽ തന്നെ 250 ml കപ്പിൽ കറക്റ്റ് ഇതുപോലെ 1 കപ്പ് അളവിൽ മൈദയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും മൈദയും ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെയിം അളവാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഒരു നേന്ത്രപ്പഴമാണ്. ആ ഒരു പഴവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. കറക്റ്റ് ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിന് ആ ഒരു കട്ടിക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാവൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. കറക്റ്റ് ഈ ഒരു പാകത്തിന് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് നമ്മൾ മാവ് റെഡിയാക്കി എടുത്താൽ ഇനി നമുക്ക് ആ ഒരു മാവൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പ്, അതായത് ഞാൻ നേരത്തെ എടുത്ത ഒരു 250 ml കപ്പിൽ കറക്റ്റ് 1/4 കപ്പ് അളവിൽ ശർക്കരപ്പൊടി 1 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ശർക്കരപ്പാനിയാണ് കേട്ടോ ഇത്. ഗ്രാം അളവിൽ പറയുവാണെങ്കിൽ ഒരു 250 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. തേങ്ങയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതേ അളവിൽ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അതും ചേർത്തൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഇതുപോലെ അവലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വെള്ള അവലാണ്. അവലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അവലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലെയിം നമുക്കങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലൊരു വാഴയിലാണ് വേണ്ടത്. അത്യാവശ്യം വലിയ വാഴയിൽ തന്നെ വേണം ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്കിത് നല്ല മടക്കി എടുക്കേണ്ടതല്ലേ. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഴയില തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് വാട്ടിയെടുത്തിട്ടുണ്ട്. വാട്ടിയെടുത്ത വാഴയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു മാവില്ലേ, ഇതുപോലെ കുറച്ച് ഈ ഒരു നടുക്ക് സെൻറ്ററിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതിയെ ഒന്ന് പരത്തി കൊടുക്കുക ഒരു റൗണ്ട് ഷേപ്പിന്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂൺ ആ ഒരു ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ടില്ല, ഇതുപോലെ അത് പുറത്ത് പോകാതെ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് മടക്കിയെടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഏതിലാണ് ഇത് ആവിൽ വേവിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ വെള്ളം വെച്ച് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അതിലേക്ക് ഇതുപോലെ ഓരോ വാഴയിലും പതിയൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തിട്ട് ഈ ഒരു വാഴയിൽ നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് മാവ് കുഴയ്ക്കുകയും പരുത്തൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.